ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. ഓരോ യുഗങ്ങളിൽ താൻ അവതരിച്ചറിവുകൾ ഉപദേശിച്ചു. അറിവിന്റെ പൂർണ്ണരൂപം അവതാരരൂപമായി വാഴുന്നുണ്ട്. അവതാരരൂപമായി വാഴുന്നുണ്ട്. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. ആശയറ്റൊരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ആശയറ്റൊരാത്മാക്കളിൽ ആശ്വാസം അനുഭവമാക്കിയിടുന്നു. ഗാത്രമാം ക്ഷേത്രമതിൽ ആരാധ്യ ബിംബമായി സ്ഥിതി ചെയ്യുന്നു. ആരാധ്യ ബിംബമായി സ്ഥിതി ചെയ്യുന്നു. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു ആത്മാക്കൾക്കാനന്ദം പകർന്നിടുവാൻ. ഈശ്വരൻ അവതരിച്ചു. വേദത്തിൻ കാതലായ കണ്ണാ കണ്ണാ എന്റെ ഉൾക്കാമ്പിൽ നൃത്തം ചെയ്യും കണ്ണാ കണ്ണാ. കായാമ്പൂ മേനിയനെ കണ്ണാ കണ്ണാ എന്നിൽ കളിയാടി വാഴുന്നു നീ കണ്ണാ കണ്ണാ. ചെന്താമരാക്ഷനായ കണ്ണാ കണ്ണാ എന്റെ ചിത്രത്തിൽ വിളയ
शुभानन्दाय नमः ॐ श्री शुभानन्दाय नमः ॐ श्री शुभानन्दाय नमः ॐ श्री शुभानन्दाय नमः സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം നൽകുന്ന സർവേശ്വരൻ ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ ജാതിയുമില്ല മതവുമില്ല സ്ത്രീ പുരുഷഭേദം ലേശമില്ല സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ സത്യസ്വരൂപനെ ആരാധിച്ചിടുന്ന ചിത്തത്തിലൊക്കെയും വാഴുന്നവൻ പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഗമാണിത് പക്ഷപ്രതിലേശമില്ലാതെ ഉള്ളൊരു ആത്മബോധോദയ സംഗമാണിത് ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ തത്വചിന്തയുള്ള സത്തുക്കളിലെല്ലാം മുത്തായി വിളങ്ങുന്ന സദ്ഗുരുവേ ആദിപരാപരൻ ആരിലും വാഴുന്ന ആദിപരാപരൻ ആരിലും വാഴുന്ന ആരാധ്യരൂപനായി വാഴുന്നു താൻ ആരാധ്യരൂപനായി വാഴുന്നു ശുഭാനന്ദം ആത്മബോധോദയം ശുഭാനന്ദം ആത്മബോധോദയം അക്ഷരകുക്ഷിക്കും പണ്ഡിതന്മാർക്കുമൊന്നുപോലാനന്ദം നൽകിയിടുന്നു ആത്മബോധോദയ സംഘത്തിൻ
സ്ഥാപകൻ സത്യശുഭാനന്ദദേവനാണ്. ആത്മബോധോദയ സംഘത്തിൻ സ്ഥാപകൻ സത്യശുഭാനന്ദദേവനാണ്. സത്യമറിയിച്ചു ചിത്തത്തിലൊക്കെയും തുള്ളിക്കളിക്കും ശുഭാനന്ദം താൻ. സത്യമറിയിച്ചു ചിത്തത്തിലൊക്കെയും തുള്ളിക്കളിക്കും ശുഭാനന്ദം താൻ. ശുഭാനന്ദം ആത്മബോധോദയം. ശുഭാനന്ദം ആത്മബോധോദയം. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. ശുഭാനന്ദം ആത്മബോധോദയം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ശുഭാനന്ദം ആത്മബോധോദയം. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ഓം ശ്രീ ശുഭാനന്ദായ നമഃ. ആനന്ദജിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ. ആനന്ദജിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ. അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ. അറിവുകൊണ്ടറിഞ്ഞു ശക്തിയാൽ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ. ആനന്ദജിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ. സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി. സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി സൃഷ്ടിയായി ഭൂമിയിൽ അവതാരം ചെയ്തോനെ. സൃഷ്ടികളിലെല്ലാം അറിവിനെ നൽകാനായി സൃഷ്ടിയായി ഭൂമിയിൽ അവതാരം ചെയ്തോനെ. അറിവുകൾ നൽകുന്നു അറിവിൽ വളർത്തുന്നു. അറിവുകൾ നൽകുന്നു അറിവിൽ വളർത്തുന്നു. അറിവ് കിടകതാരിൽ നിന്നു മാറ്റിയിടുന്നു. അറിവ് കിടകതാരിൽ നിന്നു മാറ്റിയിടുന്നു. ആനന്ദജിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ.
അറിവുകേടകലുമ്പോൾ ആനന്ദം കാണുന്നു. അറിവുകേടകലുമ്പോൾ ആനന്ദം കാണുന്നു. അകതാരിൽ അതിശോഭയോടെ വസിക്കുന്നു. അറിവുകേടകലുമ്പോൾ ആനന്ദം കാണുന്നു. അകതാരിൽ അതിശോഭയോടെ വസിക്കുന്നു. സദ്ഗുരുവിൻ്റെ ശോഭ ഉൾക്കാമ്പിൽ കണ്ടനാകിൽ സദ്ഗുരുവിൻ്റെ ശോഭ ഉൾക്കാമ്പിൽ കണ്ടനാകിൽ ആത്മമോക്ഷത്തിനുള്ള മാർഗം ലഭിച്ചിടുന്നു. ആത്മമോക്ഷത്തിനുള്ള മാർഗം ലഭിച്ചിടുന്നു. ആനന്ദ ചിന്മയമേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോരേ ലോകത്തിൽ വസിക്കുന്നു ലോകരെ രക്ഷിപ്പാനായി. ലോകത്തിൽ വസിക്കുന്നു ലോകരെ രക്ഷിപ്പാനായി. രക്ഷിച്ചിടുന്നതനിക്കാനന്ദിച്ചിടുവാനായി. ലോകത്തിൽ വസിക്കുന്നു ലോകരെ രക്ഷിപ്പാനായി. രക്ഷിച്ചിടുന്നതനിക്കാനന്ദിച്ചിടുവാനായി. ആനന്ദിച്ചിടുന്നവൻ ആത്മാവിൽ നാഥൻ തന്നെ. ആനന്ദിച്ചിടുന്നവൻ ആത്മാവിൽ നാഥൻ തന്നെ. ആത്മാക്കൾ അറിഞ്ഞെന്നും ആരാധിച്ചാനന്ദിക്കാം. ആത്മാക്കൾ അറിഞ്ഞെന്നും ആരാധിച്ചാനന്ദിക്കാം. ആനന്ദ ചിന്മയമേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോരേ ആനന്ദമാത്മാവിൽ ദിനംതോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ. ആത്മബോധം വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ. ആത്മബോധം വാഴട്ടെ. സുഖാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളി കളിച്ചിടട്ടെ. സുഖാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. സുഖാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ.
ഉൾപ്രകാശം കാണട്ടെ, മായാമറ മാറട്ടെ, ഉൾപ്രകാശം കാണട്ടെ, ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ, ആത്മലോകം ഒന്നായി ചേർന്നു ആനന്ദമായി വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ, ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. കലിയുഗത്തിലുദയമായ ഖഡ്ഗിയെ നാം കാണുക, കലിയുഗത്തിലുദയമായ ഖഡ്ഗിയെ നാം കാണുക, നാമ സങ്കീർത്തനം പാടി ആനന്ദമായി വാഴുക, നാമ സങ്കീർത്തനം പാടി ആനന്ദമായി വാഴുക. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ, ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ഭക്തരായി തീരുക നാം സൽക്കർമ്മങ്ങൾ ചെയ്യുക, ഭക്തരായി തീരുക സൽക്കർമ്മങ്ങൾ ചെയ്യുക, സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക, സദ്ഗതിക്കു മാർഗദീപം സദ്ഗുരുവായി കാണുക. ശുഭാനന്ദമാത്മാവിൽ ദിനംതോറും വാഴട്ടെ, ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ, ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ, ശുഭാനന്ദമാത്മാവേ ദിനം തോറും വാഴട്ടെ. ഹൃദയപങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ഹൃദയപങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. അനുഭവമില്ലാത്ത മനുഷ്യർക്കൊന്നും അറിയിലവന്റെ തൂമഹിമ. തിരുനാമ കീർത്തനമൂരുവിടുവോർക്കെല്ലാം അരുകിലവൻ വന്നിരുന്നീടും, പരമാനന്ദം തന്നീടും.
നാമകീർത്തനമുരുവിടുവോർക്കെല്ലാം അരുകിലവൻ വന്നിരുന്നീടും പരമാനന്ദം തന്നീടും ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം പരമാത്മാവിൻ തിരുനാമം ചിന്തയിലടിഞ്ഞൊരഴുക്കുകൾ 1000 ആറ്റിൽ കുളിച്ചാലും പോവില്ല ചിന്തയിലടിഞ്ഞൊരഴുക്കുകൾ 1000 ആറ്റിൽ കുളിച്ചാലും പോവില്ല ഒരിക്കലവൻ നാമം ലയിച്ചു ചൊന്നാൽ അകതാരിൽ ശുദ്ധത വന്നിടും പരമാനന്ദം തന്നിടും ഒരിക്കലവൻ നാമം ലയിച്ചു ചൊന്നാൽ അകതാരിൽ ശുദ്ധത വന്നിടും പരമാനന്ദം തന്നിടും ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം പരമാത്മാവിൻ തിരുനാമം ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം പരമാത്മാവിൻ തിരുനാമം പരമാത്മാവിൻ തിരുനാമം സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമിരിക്കുന്നൊരിടമറിയുന്നത് അന്തരാത്മാവൊന്നു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നത് ആത്മാവതൊന്നിനു മാത്രം ദൈവമവതരിപ്പതുമറിയുന്നത് ആത്മാവതൊന്നിനു മാത്രം
സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ ആരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു ഉള്ളിൽ തെളിയുന്നൊരാരാധനാരൂപം നിത്യസമ്പത്തായി ലസിക്കുന്നു ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ ദുഃഖം വളർത്തിടും ലോക സമ്പത്താകെ ത്യജിച്ചിട്ടു മുക്തി നേടൂ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ സ്വർഗം തന്നിൽ തന്നെ ദൈവം തന്നിൽ തന്നെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ തന്നിൽ കാണാത്തൊരു ദൈവമെവിടെ കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ ആനന്ദനാമമായി വന്ന ഗുരുവരനേ ആനന്ദനാമമായി വന്ന ഗുരുവരനേ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ
ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ. സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ, സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്ത അങ്ങല്ലാതെ ആരുമില്ലല്ലോ. സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്ത അങ്ങല്ലാതെ ആരുമില്ലല്ലോ. പാപകർമ്മം ചെയ്യുക മൂലം രോഗമെല്ലാം വർദ്ധിക്കുന്നു. പാപമെല്ലാം തീർത്തു എന്നെ രക്ഷിച്ചിടണേ. പാപകർമ്മം ചെയ്യുക മൂലം രോഗമെല്ലാം വർദ്ധിക്കുന്നു. പാപമെല്ലാം തീർത്തു എന്നെ രക്ഷിച്ചിടണേ. സർവദോഷം തീർത്തിടണേ, സർവശാന്തി നൽകിടണേ. സർവദോഷം തീർത്തിടണേ, സർവശാന്തി നൽകിടണേ. സർവശക്തി എന്നും എൻ്റെ കൂടെ വാഴണേ. സർവശക്തി എന്നും എൻ്റെ കൂടെ വാഴണേ. കലിയുഗ രക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശനാനന്ദമായി തിരിച്ചെയ്തിടും. ഹൃദയങ്ങളൊത്തുചേർന്നു തിരുനാമം സ്തുതിക്കുമ്പോൾ ഹൃദയേശൻ ആനന്ദമായി തിരിച്ചെയ്തിടും. അകതാരത്തിരിയും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശൂഭയായി വാണിടും. അകതാരിൽ സ്ഥിതി ചെയ്യും അഴുക്കുകൾ അകന്നീടും അഖിലേശൻ അതിശോഭയായി വാണിടും. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവറ്ററിവു വേണം, മനസ്സറ്റ കർമ്മം വേണം, അഖിലേശൻ അകതാരിൽ അധിവസിപ്പാൻ. അറിവിനാൽ അറിയുക മനസ്സെന്താണെന്ന് അറിവായി കരുതിയതെന്തെല്ലാമെന്ന്, അറിവായി കരുതിയതെന്തെല്ലാമെന്ന്. അവനവനവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. അവനവനവനവനെ അറിയുന്ന അറിവല്ലോ അറിവായി അകതാരിൽ കരുതേണ്ടത്. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി ചിരി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. പരമാത്മതിരുവിഷ്ടം അറിയിക്കുന്ന അറിവായി ചിരി ചെയ്യും ആത്മാവിനെ അറിഞ്ഞുകൊള്ളുക. പരമാത്മാവിൻ്റെ ഇഷ്ട
ജീവിതം മറയ്ക്കുന്ന മനസ്സിനെ അറിവുകൊണ്ടടക്കി. ഉത്രാടത്തിലേക്ക് ഉദയമായി ഇരുന്നുകൊണ്ട് അടിയങ്ങൾക്ക് ദാനം ചെയ്തതാകുന്നു ഈ 12 വെള്ളിയാഴ്ച വ്രതവും അതിന്റെ സമാപനമായി നടക്കുന്ന തീർത്ഥാടനം എന്ന് കാണുന്നല്ലോ. ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. ജ്ഞാനാനന്ദനായി ഭക്തവൃന്ദപൂജിതനായി ജ്ഞാനോപദേശം ചെയ്യും വേദാചാര്യനെ നമോ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. പിതാജിംബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാന്ത്രിക നമസ്കാരം. ജാതി പിതാജിംബാധയോതിയൊഴിച്ചു മർത്യജാതിയാക്കിയിടും ചിത്തമാന്ത്രിക നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. കർമ്മകാരണം യുക്തിവരുവിനാൽ വെട്ടി ധർമ്മം വിതച്ചിടുന്ന ധാർമ്മിക നമസ്കാരം. കർമ്മകാരണം യുക്തിവരുവിനാൽ വെട്ടി ധർമ്മം വിതച്ചിടുന്ന ധാർമ്മിക നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ
മായപ്പനിക്കു ജ്ഞാനബീജമുരച്ചു നൽകി മായപ്പനിക്കു ജ്ഞാനബീജമുരച്ചു നൽകി രോഗമകറ്റും യോഗിരാജനെ നമസ്കാരം. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. നക്ഷത്രഗണം പോലെ ശിഷ്യസന്തതി ചുറ്റും നക്ഷത്രഗണം പോലെ ശിഷ്യസന്തതി ചുറ്റും ഭക്തിയാൽ തിരിയുന്ന നക്ഷത്രാധിപ നമോ ഭക്തിയാൽ തിരിയുന്ന നക്ഷത്രാധിപ നമോ. നാരായണ ദൈവമേ സദ്ഗുരുദേവ നാരായണ ദൈവമേ. സിദ്ധവേദാന്തതത്വ മുക്തി സോപാനവേരി സിദ്ധവേദാന്തതത്വ മുക്തി സോപാനവേരി നിത്യാനന്ദ ഊഞ്ഞാലിലാടും ബ്രഹ്മ. കണ്ണിനു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിനു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിനു ആദിയന്തം വരെ ആനന്ദം നൽകുവാൻ അവതാര രൂപനാണെൻ്റെ ഗുരു. ആദിയന്തം വരെ ആദിയന്തം വരെ ആനന്ദം നൽകുവാൻ അവതാര രൂപനാണെൻ്റെ ഗുരു. കണ്ണിനു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിനു കണ്ണിനു കണ്ണായി അതിനും കണ്ണായി മനക്കണ്ണായി ജ്ഞാനക്കണ്ണനായി വാഴുന്ന കണ്ണനെ കാണുവാൻ ഓടിയെത്തിയ എൻ്റെ ഓമനമിത്രങ്ങളെ, നിങ്ങൾ അനുഷ്ഠിച്ച വ്രതവും പാലിച്ച നിയമങ്ങളും ദൈവത്താൽ നിയമിച്ചതാകയാൽ നിങ്ങളുടെ ഹൃദയം ഇതാ ശുദ്ധമായിരിക്കുകയാണ്. ഈ ശുദ്ധിയിൽ നിങ്ങളിത് ആനന്ദിക്കുകയാണ്. ഈ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി സന്നിധാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ നിങ്ങളിൽ ആനന്ദമുണ്ടായി എന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാൽ
ആനന്ദം അനുഭവിച്ചു ശുഭാനന്ദ രൂപമെന്തകമേ കണ്ടു. ആനന്ദം അനുഭവിച്ചു ആനന്ദം അനുഭവിച്ചു ശുഭാനന്ദ രൂപമെന്തകമേ കണ്ടു. ആനന്ദം ആത്മാവിൽ ബോധം തന്നു അകരാരിൽ ജ്ഞാനവും ഓതി തന്നു. ആത്മാവിൽ ബോധം തന്നു ആത്മാവിൽ ബോധം തന്നു അകരാരിൽ ജ്ഞാനവും ഓതി തന്നു. ആനന്ദമനുഭവിച്ചു ശുഭാനന്ദ രൂപമെന്തകമേ കണ്ടു. ഇത് നിങ്ങൾ അനുഭവിച്ച മഹാസത്യമാണല്ലോ. ഇനിയാണ് നിങ്ങൾ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. 3 മാസം മുമ്പ് ഈ വ്രതം ആരംഭിക്കുമ്പോ നമ്മൾ ഉറച്ച ഒരു തീരുമാനമെടുത്തു. ഈ 12 വെള്ളിയാഴ്ചകളിൽ കൃത്യവും സത്യവുമായി ഇതിനെ പരിപാലിച്ച് തീർത്ഥാടകരായി ഇവിടെ എത്തിച്ചേരും എന്നാണ് തീരുമാനിച്ചത്. ഈ വെള്ളിയാഴ്ചകളിലെല്ലാം പരിപൂർണമായും ഇതിനെ അനുഷ്ഠിക്കാൻ ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അവരവരോടൊന്ന് ചോദിക്കണം. അറിവോടുകൂടി ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും അതിന്റെ പരിപൂർണതയിലേക്ക് എത്താൻ കഴിഞ്ഞവർ വളരെ കുറവാണ്. അടിസ്ഥാനമായി നിലനിർത്തിയിരിക്കുന്ന ചില സംഗതികളുണ്ട്. ഗൃഹശുദ്ധി, ശരീരശുദ്ധി, ആഹാരശുദ്ധി, കൃത്യമായ ആചാരങ്ങൾ, അതായത് രാവിലെയും വൈകിട്ടും ഓരോ ദക്ഷിണ വെച്ച് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ഇതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ, അത് ഭവനങ്ങളിലാവട്ടെ, തൊഴിൽ മേഖലകളിലാവട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലാവട്ടെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് പോയി ഒരു ഓഫീസിൽ ബന്ധപ്പെടുമ്പോഴാകട്ടെ, ഈ സമയങ്ങളിലെല്ലാം ആത്മസംയമനം പാലിക്കാൻ എല്ലാവർക്കും എല്ലാ സമയവും കഴിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങിയ അനേകം കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ചോദിക്കണം. ആ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിന്റെ പരിപൂർണതയിൽ എത്തിയവരാരും തന്നെ ഇല്ല എന്നേ പറയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ അടിസ്ഥാനമായി നിങ്ങളെല്ലാം ചെയ്തതാണ്. ആഹാര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചവരാണ്. അതിൽ ചില പോരായ്മ വന്നവരൊക്കെ ഇരുമുടിക്കെട്ട് എടുക്കാതെ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം ഉപരിയായി നിൽക്കുന്ന ആത്മതത്വം, അത് പരമാത്മതത്വം, അത് പരിചയോടെ പരന്മാരിൽ അനുഭവമാക്കിയ അനുഭവജ്ഞാനത്തെ വേണ്ട വിധത്തിൽ ചിന്തിച്ച് ജീവിക്കുവാൻ എത്ര പേർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ എല്ലാവർക്കും കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും എന്നെ കരുതിയല്ലോ, ഈ സ്നേഹനദിയിൽ കരുതിയല്ലോ. കാരുണ്യവാരിധിയായ ഗുരുവരൻ കടലോളം സ്നേഹത്തെ നൽകിയിടുന്നു, കരളിൽ വസിക്കുന്നു. പലവിധ പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടും
പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പെറ്റ മാതാവ് തന്റെ കുഞ്ഞിനെ വാരിയെടുത്ത് അഴുക്കിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് ശുദ്ധമാക്കി വീണ്ടും കരുതുന്നത് പോലെ മാതാവ് തന്റെ കുഞ്ഞിനെ അഴുക്കിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് ശുദ്ധമാക്കി വീണ്ടും കരുതുന്നത് പോലെ ഈ മഹാസാഗരമാകുന്ന സ്നേഹപ്പാലാഴിയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ചേർത്തെടുത്തിരിക്കുകയാണ്. മഹാസാഗരമാകുന്ന സ്നേഹപ്പാലാഴിയിലേക്ക് നമ്മളെ ഓരോരുത്തരെയും ചേർത്തെടുത്തിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾ നമ്മൾ കരുതേണ്ടത്. ഇതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്രയൊക്കെ എടുത്തുള്ളൂ എങ്കിലും എന്നെ ഈ വിധത്തിൽ ആനന്ദിപ്പിക്കാൻ എന്റെ ഗുരുവിന് കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത് സ്വീകരിച്ചാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് അവർ ഒരു ചിന്തിക്കണം. അല്ല, ഇങ്ങനെയൊക്കെ ആയാലും ആനന്ദം ഉണ്ടാകുമെന്നല്ല ചിന്തിക്കേണ്ടത്. പോരായ്മകളൊക്കെ വരുത്തിയിട്ടും കുറവുകളൊക്കെ വന്നിട്ടും എല്ലാം ക്ഷമിച്ച് എന്നെ ഈ വിധത്തിൽ ആനന്ദിപ്പിച്ചെങ്കിൽ ഞാനിതിന്റെ പരിപൂർണാവസ്ഥയിൽ നിന്നാൽ എന്റെ ഹൃദയം ഏത് വിധത്തിലായിരിക്കും, എന്റെ ആത്മാവ് ഏത് വിധത്തിലായിരിക്കും എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് അറിവോടുകൂടി ചിന്ത എന്ന് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചും അതിനെ തന്നെ ബന്ധിച്ചും വ്രതശുദ്ധിയോടുകൂടി ജീവിക്കുവാനുള്ള പരിശീലനമാണ് ഈ തരുന്നത്. ഇപ്പോൾ കുറവുകളെല്ലാം ക്ഷമിച്ചുകൊണ്ട് നിങ്ങളെ ആനന്ദിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? മുറ്റത്ത് വൻപിച്ച മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോ പിഞ്ചു കുഞ്ഞ് അവിടെ ഇറങ്ങി നിൽക്കും. അടി കൊടുത്താൽ പോലും കയറി വരികയില്ല. അപ്പൊ എന്ത് ചെയ്യും? അവൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മധുര പലഹാരം എടുത്ത് കാണിക്കും അകത്ത് നിന്നുകൊണ്ട്. ആദ്യം ഒന്ന് ചിണുങ്ങിയൊക്കെ നിൽക്കുമെങ്കിലും ഇല്ല, മധുരത്തിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് ഇനി കയറി വരും എന്നതുപോലെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പോലും അറിയാതെ ഇരിക്കുന്ന ആത്മാവിന് ഈ ആനന്ദം ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ ആത്മാവ് ഈ ആനന്ദത്തിന് വേണ്ടി ഈ വ്രതമൊക്കെ എടുക്കും. അതിനുവേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും, അതിനുവേണ്ടി നിങ്ങളെ പ്രചോദിപ്പിക്കും. ആ മനസ്സിലേക്ക് ആ ചിന്തകളെ എത്തിക്കുവാൻ അല്പാൽപമായി ആനന്ദം തരികയാണ്. ഈ ആനന്ദത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ തീരുമാനിക്കും അടുത്ത വർഷം ഇനിയും വരണമെന്ന് തീർച്ചയായും തീരുമാനിക്കും. അല്ലേ, നിങ്ങൾ എല്ലാവരും അങ്ങനെ തീരുമാനിച്ചില്ലേ ഇപ്പൊ തന്നെ? അല്ലേ, മിക്കവാറും ഹൃദയങ്ങൾ അങ്ങനെ തീരുമാനം എടുത്തവരല്ലേ? അങ്ങനെ തീരുമാനം എടുത്തിട്ടുണ്ടോ എന്ന് കൈയടിക്കാം. അങ്ങനെ വീണ്ടും വീണ്ടും ഈ ആനന്ദത്തിലേക്ക് എത്തിക്കുമ്പോൾ പിഞ്ചു കുഞ്ഞിന് മുട്ടായി കൊടുത്തതുപോലെ കുറച്ച് വളർന്നു കഴിഞ്ഞാൽ കൊടുക്കുകയില്ല. കയറിപ്പോടാന്ന് പറയത്തേ ഉള്ളൂ. വേണമെങ്കിൽ കേറണം, മഴ നനയാതെ സൂക്ഷിക്കണം, അത് അവരവരുടെ കടമയാണ്. അപ്പോ ആനന്ദം അനുദിനം അനുഭവിപ്പാൻ ആചാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം, നാമസങ്കീർത്തനം എന്ന പടിയിലൂടെ ഇത് കൃത്യമായി പറയാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ഞാൻ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാവരോടും ഒന്ന് പറഞ്ഞേ. കൂട്ടത്തില് പാട്ടും വെള്ളത്തില് പൂട്ടും. അറിയാത്തവരെ അറിയത്തില്ല, പറഞ്ഞവരെ അറിയത്തില്ല. അല്ലേ? അറിവാചാരം വിശുദ്ധി ആരാധനയും വേണമോ? ആശ്വാസം ആനന്ദവും നാമസങ്കീർത്തനവും ആനന്ദം, നാമസങ്കീർത്തനം എന്ന് പറയുന്നത് പടികളാണ്. എത്ര പടിയുണ്ട്? 17
7 പടിയുണ്ട്. 7 പടിയുണ്ട്. അപ്പൊ പടി 6 കടന്ന് അവിടെ ചെല്ലുമ്പോ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പണ്ട് ഒരു പാട്ടുണ്ടായിരുന്നു. അതിന് പറയുന്നത് മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരപത്മം എന്ന പടികൾ കയറുന്ന കാര്യമാണ് അവർ പറയുന്നത്. മണിപൂരം അവർ പറയുന്ന അതാണ്. അതിന് അനേക വർഷത്തെ തപസ്സും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമുണ്ട്. എന്നാൽ അറിവിനാൽ ആചരിച്ച് വിശുദ്ധമായ ഹൃദയം രൂപപ്പെട്ട് കഴിയുമ്പോൾ ആശ്വാസം എന്ന പടിയിലേക്ക് ആത്മനാഥൻ ഉയർത്തുകയാണ്. ആ ആരാധനയിൽ കൂടി ആശ്വാസം ദാനം ചെയ്യുകയാണ്. അങ്ങനെ ആരാധിച്ച് ആശ്വസിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള എളുപ്പമാർഗം ഈ ലോകത്തിൽ ആത്മനാഥൻ വന്ന് സ്ഥാപിച്ച് നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യുമ്പോൾ ഇതും വളരെ പ്രയാസമാണെന്ന് ചിന്തിച്ചാൽ പിന്നെ എവിടെ പോയി രക്ഷപ്പെടും? അതുകൊണ്ട് അങ്ങനെ ആരും ചിന്തിക്കരുത്. അറിയിക്കുന്ന അറിവിനെ മുഴുവൻ സ്വീകരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുക. അതിൽ കൂടി ആചാര കർമ്മങ്ങളിൽ മുന്നോട്ട് പോവുക. അപ്പോഴാണ് വിശുദ്ധമായ ഹൃദയം ഉണ്ടാകുന്നത്. ആ വിശുദ്ധമായ ഹൃദയത്തിലാണ് ആരാധന നടക്കുന്നത്. ആരാധിക്കുന്നവർക്കാണ് ആശ്വാസം ഉണ്ടാകുന്നത്. ആശ്വാസം ആനന്ദത്തിൽ കൊണ്ടുവന്നെത്തിക്കുന്നു. ആ ആനന്ദം നാമസങ്കീർത്തന രൂപമായി തീരുകയാണ്. ഈ പടികളിലൂടെ ഉയർന്നു വന്ന ഒരു ആത്മാവ് ലോകത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ആത്മാവിനെ പറ്റി? അങ്ങനെ ഒരു ആത്മാവ് ഈ അറിവ്, ആചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം എന്ന പടികളിലൂടെ ഉയർന്നു വന്ന് നാമസങ്കീർത്തനമായി തീർന്നു എന്ന് നമുക്ക് ഉദാഹരണം പറയാൻ ഏതെങ്കിലും ഒരു ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ആരാ പറഞ്ഞു? ആരാന്ന് ചോദിച്ചു. ഇവിടെ ജയന്തും കൈമുക്കി. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, ആത്മാവിലധിവാസം ചെയ്തിടുന്നു. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, സാക്ഷാൽ ശുഭാനന്ദ ദിവ്യരൂപം സ്വീകരിച്ചു വാണിരുന്ന ഓരോ തിരുവുടലുകളും ഇപ്രകാരം അറിവാചാരം, വിശുദ്ധി, ആരാധന, ആശ്വാസം, ആനന്ദം എന്ന പടിയിലൂടെ ഉയർന്ന നാമസങ്കീർത്തന രൂപമായി തീർന്നവരാണ്. അതുകൊണ്ടാണ് ഈ സത്യത്തെ നിങ്ങളിലേക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ആത്മജ്ഞാനങ്ങൾ കലവറയില്ലാതെ ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ആനന്ദം ദാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് കലിയുഗ ഖഡ്ഗി ഉദയമായി നിന്നുകൊണ്ട് ഈ ആദർശത്തെ വളർത്തുന്നത്. ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായയെല്ലാം ഉദിച്ചേ, ഉദിച്ചേ ദൈവശക്തി വധിച്ചേ മായയെല്ലാം വസിച്ചോരിരുളും പോയി മനസ്സോ പകലായി, ചങ്കിലധ്വനികൾ നാമസങ്കീർത്തനങ്ങൾ ഉദിച്ചിവൻ പുരുഷ കേസരിയായി, വസിക്കുന്നു മർത്യകുലത്തെ രക്ഷിക്കാൻ, കോടി സൂര്യ പ്രഭയതിലധികം തിളങ്ങും തേജസ്സു നിറഞ്ഞൊരു
അനുഭവം ഓർത്തുകൊണ്ട് ഈ കീർത്തനം പാടിയപ്പോൾ നിങ്ങൾക്കൊരു പുതിയ അനുഭവം ഉണ്ടായില്ലേ? ഈ അനുഭവം ഓർത്തുകൊണ്ട് ഈ കീർത്തനം പാടിയപ്പോൾ നമുക്കൊരു പുതിയ അനുഭവം ഉണ്ടായി. ഇതുവരെ ഏതെങ്കിലും ആരാധന സമർപ്പിക്കാനോ ധാരാസ്തുതിയുടെ യാമം സമർപ്പിക്കാനോ ഒക്കെയാണ് ഇത് പാടിക്കൊണ്ടിരുന്നത്. ഏതെങ്കിലും ആരാധന സമർപ്പിക്കാനോ ധാരാസ്തുതി സമർപ്പിക്കാനോ ഒക്കെയാണ് പാടിക്കൊണ്ടിരുന്നത്. കുറച്ച് വേഗത്തിൽ പാടാവുന്ന ശബ്ദഗാംഭീര്യവും ശ്രുതിമധുരവുമായ ഒരു കീർത്തനം എന്നുള്ള നിലയിൽ നമ്മൾ കീർത്തിച്ചുകൊണ്ടിരുന്നതാണ്. ശബ്ദഗാംഭീര്യവും ശ്രുതിമധുരവുമായ ഒരു കീർത്തനം എന്ന നിലയിൽ നമ്മൾ കീർത്തിച്ചു. എന്നാൽ ഒരു സാധാരണ ആത്മാവിലേക്ക് സപ്തസോപാനങ്ങളിലൂടെ ഉയർന്നു വന്ന് ഈശ്വരൻ ഗുരുവായി അവതരിച്ച് ആത്മാവിൽ അധിവാസം ചെയ്തുകൊണ്ട് ആത്മരക്ഷ ചെയ്യുന്നു എന്ന സത്യത്തെ ഓർത്തുകൊണ്ട് ഇത് കീർത്തിച്ചപ്പോൾ സപ്തസോപാനങ്ങളിലൂടെ കടന്നു വന്ന ഈശ്വരൻ ആത്മാവായി പ്രത്യക്ഷമായി നിന്നുകൊണ്ട് ആത്മലോകരക്ഷ ചെയ്യുന്ന സത്യത്തെ ബോധ്യപ്പെട്ടുകൊണ്ട് കീർത്തിച്ചപ്പോൾ, ആ അനുഭവത്തെ ഓർത്തുകൊണ്ട് കീർത്തിച്ചപ്പോൾ അത് പ്രത്യേക അനുഭവമായില്ലേ? അത് പ്രത്യേക അനുഭവമായി. അതാണ് കീർത്തനങ്ങളും നമ്മളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്. അതാണ് കീർത്തനങ്ങളും നമ്മളുമായുള്ള ബന്ധത്തെ. അനുഭവജ്ഞാനമാണ് നാമസങ്കീർത്തനമായി പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അനുഭവജ്ഞാനമാണ് നാമസങ്കീർത്തനമായി പ്രവഹിക്കുന്നത്. ഇത് അവരവരുടെ അനുഭവമാക്കിയെടുക്കാൻ സൽക്കർമ്മം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് അവരവരുടെ അനുഭവമാക്കിയെടുക്കാൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് മാത്രമേ. അതിനാണ് ഈ ആചാരകർമ്മങ്ങളൊക്കെ തന്നിരിക്കുന്നത്. ഒരു ആചാരം നടത്തേണ്ട സമയം വരുമ്പോ ഈ പ്രാവശ്യം ഇത് വേണ്ട എന്ന് വിചാരിച്ച് മാറ്റിവെച്ചാൽ ഈ 2024 അവസരവും ഭാഗ്യവും 2025 കിട്ടുകയില്ല. നിങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉള്ള സമയമല്ല ഇപ്പോൾ ഇരിക്കുന്നത്. ഇതല്ല കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. കാലചക്രം ഉരുണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അനുഭവങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. അവസ്ഥാവിശേഷങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയുടെ വലിയ വലിയ മാറ്റങ്ങൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിലും സമുദ്രത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തകോടി ജ്ഞാനബിന്ദുക്കൾ പുറപ്പെട്ടു പോയി എന്ന് കൽപ്പിച്ച കൽപ്പന അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടിലോകം ആരംഭിച്ച സമയം മുതൽ സൃഷ്ടിതാവിൽ നിന്ന് അങ്കുരിച്ച ജ്ഞാനബിന്ദുക്കൾ പുറപ്പെട്ട് സൃഷ്ടിലോകം അങ്ങനെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ മനുഷ്യന്റെ പരിധിയിലുള്ളതൊക്കെയാണ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടി കഴിയുമ്പോൾ പുതിയ ലോകങ്ങളെ കണ്ടുപിടിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും പുതിയ ലോകത്തെ കണ്ടുപിടിക്കും. എന്തുകൊണ്ട്? ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. സൃഷ്ടിജാലങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. പുതിയ സൂര്യനും പുതിയ ഭൂമിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു കൗതുകമായി തോന്നിയേക്കാം. പക്ഷെ അല്ല, ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ഒരു 10 വർഷം മുമ്പ് അറിഞ്ഞിട്ടില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ട്. എന്തെല്ലാം കൗതുകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനിയും എന്തെല്ലാം കാണാനിരിക്കുന്നു. ഇപ്പോൾ ബഹുവിധമായ തന്റെ സൃഷ്ടിവിശേഷം ഉന്നതമായി തന്നെ ലോകത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടുന്ന കാര്യം നാളെ കിട്ടാമെന്ന് വിചാരിച്ച് ആരും കാത്തിരിക്കരുത്. അരനിമിഷം പോലും കളയാതെ ലഭിക്കാവുന്ന അത്രയും ജ്ഞാനങ്ങൾ ആത്മാവിൽ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സൽക്കർമ്മങ്ങൾ ചെയ്യണം. സൽക്കർമ്മത്തിന്റെ ഫലമായി മാത്രമേ ആത്മജ്ഞാനം ഉണ്ടാവുകയുള്ളൂ. അതിനാണ് നിങ്ങളെ പരിശീലിപ്പിക്കുന്നത്. ഈ വ്രതം എടുത്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആനന്ദം ദാനം ചെയ്യുന്നു. ആനന്ദത്തിന് വേണ്ടി വീണ്ടും നിങ്ങൾ വ്രതമെടുക്കുന്നു. ഈ നിയമജീവിതം നയിക്കുന്നു. അപ്പോൾ വീണ്ടും നിങ്ങളുടെ ആനന്ദം ഉണ്ടാകുന്നു. ആത്മാവ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഉന്നതമായ ചിന്തകളിലേക്ക് ഉയരുന്നു. ശത്രുത്വങ്ങളൊക്കെ മാറുന്നു. അനാസ്ഥകൾ മാറുന്നു. അജ്ഞാനങ്ങൾ മാറുന്നു. അപകടങ്ങൾ ഒഴിയുന്നു. അനർത്ഥങ്ങൾ ഒഴിയുന്നു. മരണങ്ങളില്ലാതെയാകുന്നു. ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു ആത്മാവിന് മരണമില്ല. എന്തുകൊണ്ട്? മരിക്കുന്നത് വീണ്ടും ജന്മമെടുക്കാനുള്ളവരാണ്. ആത്മബോധോദയ സംഘ നിയമപ്രകാരം ജീവിക്കുന്ന ഒരു ആത്മാവിന് ലോകവശാൽ ചിന്തിക്കുമ്പോൾ ശരീരമാറ്റം എന്ന് പറയുമ്പോൾ മരണമെന്ന് തോന്നിയേക്കാമെങ്കിലും ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ
ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവ് മോക്ഷത്തിലെത്തുകയാണ്. ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവ് മോക്ഷത്തിലെത്തുക. അതാണ് ആത്മബോധോദയ സംഘ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ആത്മബോധോദയ സംഘ നിയമത്തിന്റെ പ്രത്യേകത. മോക്ഷം തരാം, മോക്ഷം തരാം, സൽക്കർമ്മങ്ങൾ നീ ചെയ്തുകൊണ്ടാൽ മോക്ഷം തരാം, മോക്ഷം തരാം, സൽക്കർമ്മങ്ങൾ നീ ചെയ്തുകൊണ്ടാൽ എന്ന് കൽപ്പിച്ചത് മോക്ഷദാതാവായ ഗുരുവാണ്. എന്ന് കൽപ്പിച്ചത് മോക്ഷദാതാവായ. അതുകൊണ്ട് അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം സുഖമായാലും ദുഃഖമായാലും ഈശ്വരൻ അറിയാതെ അല്ല എന്ന പരിപൂർണമായ ഒരു ബോധ്യം ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം ഈ ആനന്ദം അനുഭവിക്കുമ്പോഴും ലോകജീവിതത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ പല വിധത്തിലുള്ള ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ നമ്മളെ തേടി വരും. അപ്പോ ഞാനിവിടെ വന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളെ എങ്ങോട്ട് അയക്കുക, നിങ്ങൾക്കൊരു ദുഃഖം വരുമ്പോ ചേട്ടാ ഞാൻ അന്ന് മുതൽ കർശനമായിട്ട് ഈ നിയമമൊക്കെ പാലിക്കുകയാണ്, എന്നിട്ടും എന്താ എനിക്ക് ദുഃഖം വരുന്നതെന്ന് ചിന്തിക്കരുത്. ഈ ജന്മം ചെയ്യും കർമ്മം നല്ലതെന്നിരിക്കലും മുജന്മ പാപമാതിൽ ബന്ധിച്ചിരിപ്പതുണ്ട്. ഇതെല്ലാം അറിവായി കീർത്തിച്ചും പറഞ്ഞും ഒക്കെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവിക്കുവാൻ വേണ്ടിയാണ്. കീർത്തിച്ചും പറഞ്ഞും തന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്. ആ അറിവിൽ കൂടി നിങ്ങൾ ജീവിതം ചെയ്യണം. അപ്പോ സുഖമായാലും ദുഃഖമായാലും ദൈവം അറിയാതെ ഒന്നും നടക്കുന്നില്ല. ആ സുഖം വരുമ്പോൾ കൂടുതൽ കിടന്നുകൊണ്ട് ചാടി തുള്ളാനും, ദുഃഖം വരുമ്പോൾ കൂടുതൽ കരഞ്ഞു പോവാൻ അങ്ങനെയല്ല പരിശീലിക്കേണ്ടത്. രണ്ടിലും ഒന്നുപോലെ നിൽക്കുന്ന ഒരു ഹൃദയ ആത്മസംയമന അവസ്ഥ ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ആത്മബോധികൾ കരുതേണ്ടത്. ചില ആളുകൾ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നപ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ച് കരഞ്ഞു കൂവി നാട്ടുകാരെ അറിയിച്ച് വീട്ടുകാരെ അറിയിച്ച് അങ്ങ് ബഹളം ഉണ്ടാക്കും. ഇങ്ങനെയല്ല വേണ്ടത്. അവിടെ ഇത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായി, ഏതോ ജന്മം ചെയ്ത പാപം കൊണ്ടായിരിക്കാം, ഇതെങ്ങനെ പരിഹരിക്കാമെന്ന ചങ്കൂറ്റത്തോടുകൂടി ഇന്ന് ആലോചിക്കണം. ഒരു കാര്യം, ഒരു ദുഃഖം വന്നു കഴിഞ്ഞിട്ട് കുറവും കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് പരിഹാരം ഉണ്ടാവുകയില്ല. നമ്മൾ അവസ്ഥാവ്യത്യാസം വന്ന് ദുഃഖിതനായി കിടന്നുപോയാലും അതിന് പരിഹാരം ഉണ്ടാവുകയില്ല. അപ്പൊ അവിടെ ചങ്കൂറ്റത്തോടുകൂടി നിന്നുകൊണ്ട് ഇതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും? സ്വയം അതിന് കഴിയുന്നില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കണം. ചില ആളുകൾ അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ദുഃഖം വന്നാൽ ആരും അറിയാതിരിക്കാൻ വേണ്ടി ഒരുപാട് പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദുഃഖം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. മറ്റ് മാനസികമായ ലജ്ജയോ അതുപോലുള്ള ഭയങ്ങളോ ഒന്നുമില്ലാതെ പരസ്പരം ഏതു കാര്യവും പങ്കുവയ്ക്കാനുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വീട്ടിലെ രഹസ്യ സ്വഭാവങ്ങളുള്ള കാര്യങ്ങൾ പോയി ആരോടും പറയാനല്ല. കാരണം ആരെപ്പോൾ ശത്രുവാകുന്നോ മിത്രമാകുന്നോ തിരിച്ചറിയാൻ പറ്റാത്ത യുഗമാണിത്. അപ്പൊ അവരവരുടേതായ കാര്യങ്ങൾ രഹസ്യ സ്വഭാവമുള്ളതൊക്കെ അവരവര് തന്നെ സൂക്ഷിക്കുകയാണ് നല്ലത്. ഇങ്ങനെ ചില ദുഃഖാവസ്ഥകൾ വരുമ്പോ നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കും എന്നൊരു വിശ്വാസമുള്ള ആളുകളോട് അത് തുറന്നു പറഞ്ഞ്
അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ആ ആളിന്റെ അറിവ് കൂടി നമുക്ക് ലഭിക്കുകയും ഇതിനെ പരിഹരിക്കാൻ കഴിയുകയും ചെയ്യും. നേരെ മറിച്ച് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി മറിഞ്ഞു വീണ് രോഗിയായി പോയാൽ, അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തി ഉണ്ടായി പോയാൽ നമുക്ക് തക്കയോഗ്യമായ ഒരു കാര്യം തീരുമാനിക്കാനോ പ്രവർത്തിക്കുവാനോ കഴിയില്ല. അപ്പൊ ചങ്കൂറ്റത്തോടുകൂടി നിലകൊള്ളണമെങ്കിൽ ആത്മശുദ്ധി ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. അതിനും ഈ നിയമപാലനം ഏറ്റവും അത്യാവശ്യമാണ്. നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ആത്മസംയമനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ സ്ഥാപനം പോലും ഈ വിധത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയായത്. ഗുരുവിന്റെ അറിവിനെ സ്വീകരിച്ച് ഈ ആദർശത്തിൽ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആദ്യ സമയത്തുണ്ടായിരുന്ന പട്ടിണിപ്പാവങ്ങൾ എന്തെല്ലാം പരിഹാസങ്ങളും എന്തെല്ലാം ദുഷികളും കേട്ടുകൊണ്ടാണ് എന്നെ തേടി സന്നിധാനത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ ഏതെല്ലാം ഭവനങ്ങളിൽ തേടി വന്നിട്ടുണ്ട്. അന്ന് ഒരിടത്ത് തന്നെ ഉറച്ചിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത കാലഘട്ടമായിരുന്നു. ആ സാഹചര്യത്തിൽ എന്റെ സന്താനങ്ങളെ ഞാൻ എവിടെയാണോ ഇരിക്കുന്നതെന്ന് അന്വേഷിച്ച് അവിടെ എത്തുമായിരുന്നു. അവര് ലോകവശാൽ ഒരു സുഖവും അറിയുന്നവരോ അനുഭവിക്കുന്നവരോ അല്ലായിരുന്നു. എന്നാൽ എന്നിൽ നിന്ന് ലഭിക്കുന്ന ആത്മസുഖം അത് മാത്രം കൈമുതലായി കരുതിക്കൊണ്ട് ഈ ദുഷിപരിഹാസങ്ങളെ എതിർപ്പുകളെയും ശത്രുതകളെയും എല്ലാം അവഗണിച്ചുകൊണ്ടായിരുന്നു എന്നെ തേടി വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ വന്നവർക്ക് എന്റെ ഹൃദയം തുറന്ന് ഞാൻ ആനന്ദം കൊടുത്തുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ രീതി അനുസരിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ ആദർശത്തെ പറ്റിയോ സന്യാസിമാരെ പറ്റിയോ അല്ലെങ്കിൽ ഗുരുവിനെ പറ്റിയോ ഒക്കെ പറഞ്ഞാൽ അവിടോട്ട് ഇനിയിപ്പോ നമ്മൾ എങ്ങനെയാ പോകുന്നത്, അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലത്ത് എങ്ങനെയാ പോകുന്നതെന്നാ പലരും ചിന്തിക്കുന്നത്. നിങ്ങളാരുമല്ല, ഇത് ഇങ്ങനെ വെളിയിൽ ഇങ്ങനെയൊക്കെ കരുതി നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഇങ്ങോട്ട് വരാൻ നിർവാഹമില്ലാതെ നിൽക്കുന്ന പല ആളുകളും ഉണ്ട്. അവര് നോക്കുമ്പോൾ അതൊക്കെ വലിയ ആക്ഷേപമാണ്. ഈ ആനന്ദവും ഇതിന്റെ വഴികളും അവരറിയുന്നില്ല എന്നതാണ് അതിന്റെ സത്യം. ആനന്ദം അറിയുന്നവർ എന്തെല്ലാം ദുഷി കേട്ടാലും പരിഹാസം ദുഷി കേട്ടാലും എന്റെ പരമാനന്ദം മതി എനിക്ക്. പരിഹാസം ദുഷി കേട്ടാലും എന്റെ പരമാനന്ദം മതി എനിക്ക്. പരമാനന്ദം ദാനം ചെയ്യും പരമാത്മാവിനെ മതി എനിക്ക്. പരിഹാസം ദുഷി കേട്ടാലും എന്റെ പരമാനന്ദം മതി എനിക്ക്. പരമാനന്ദം ദാനം ചെയ്യും പരമാത്മാവിനെ മതി എനിക്ക്.
പരിഹസിച്ചാൽ എന്താ, ആര് പരിഹസിച്ചാലും, ആര് ദുഷിച്ചാൽ എന്താ, ആര് ദുഷിച്ചാലും, ആര് നിന്ദിച്ചാൽ എന്താ, ആര് നിന്ദിച്ചാലും, ഇനി നമുക്കുള്ളതെല്ലാം അങ്ങ് നിഷേധിച്ചാൽ എന്താ. നമുക്കുള്ളതെല്ലാം അങ്ങ് നിഷേധിച്ചാൽ, ആനന്ദം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യയെയോ സംബന്ധിച്ച് ആനന്ദം മതിയെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശിഷ്യനെയോ ശിക്ഷയെയോ സംബന്ധിച്ച് ഇതൊന്നും ഒരു തടസ്സമല്ല, ഒന്നും ഒരു തടസ്സമല്ല, ഇതൊന്നും ഒരു വിഘാതമല്ല. ഒന്നും ഒരു വികാരമല്ല. സർവശക്തി നേരിട്ട് നിന്ന് നടത്തുന്ന ഈ സർവജ്ഞാന ഗംഗയിലേക്ക്, സർവശക്തി നേരിട്ട് നടത്തുന്ന ഈ സർവജ്ഞാന ഗംഗയിലേക്ക് ഒന്ന് ഇഴുകി ചേർന്നിരുന്ന് ഈ ആനന്ദം അനുഭവിക്കുവാൻ ഇഴുകി ചേർന്നിരുന്ന് ഈ ആനന്ദം അനുഭവിക്കുക. നമുക്ക് എന്തെല്ലാം ദുഷികൾ കേൾക്കേണ്ടി വന്നാലെന്താ, നമുക്ക് എന്തെല്ലാം ദുഷികൾ കേൾക്കേണ്ടി, എന്തെല്ലാം പരിഹാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാലെന്താ, എന്തെല്ലാം പരിഹാസങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത് എന്താണ്? ഒന്നുമല്ല നമുക്ക് വേണ്ടത് എന്താണ്? തുള്ളിക്കളിക്കുന്ന ആ ദിവ്യരൂപം അകതാരിലൊന്ന് കണ്ടാൽ മതി, തുള്ളിക്കളിക്കുന്ന ആ ദിവ്യരൂപം അകതാരിലൊന്ന് കണ്ടാൽ, പുഞ്ചിരി തൂകുന്ന പൊന്മുഖം ഒന്ന് കണ്ടാൽ മതി, പുഞ്ചിരി തൂകുന്ന പൊന്മുഖം ഒന്ന് കണ്ടാൽ, പൊന്നോട കുഴൽവിളി ഒന്ന് കേട്ടാൽ മതി, മണി കിലുക്കം ഒന്ന് കേട്ടാൽ മതി, മൃദുപാദങ്ങൾ നടനം ചെയ്യുന്നത് ഒന്ന് കണ്ടാൽ മതി, കാഞ്ചന ചിലങ്കകൾ കിലുങ്ങുന്നത് ഒന്ന് കേട്ടാൽ മതി. ഉന്നതമായ സൗഭാഗ്യത്തിനപ്പുറം ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അത് മാത്രം കരുതാം. ആനന്ദം വേണമെന്ന് ആഗ്രഹമുള്ളവർ കണ്ണന്റെ ഇച്ഛകൾ ചെയ്തു കൊള്ളുക. അതുകൊണ്ട് ഇച്ഛയ്ക്കു ഭക്തരങ്ങൊത്തു നിന്നാൽ നിത്യാനന്ദം തന്നിൽ കാണാമല്ലോ. ഇച്ഛയ്ക്കു അപ്പോ തിരുവിഷ്ടം അറിഞ്ഞ് ഇച്ഛയ്ക്കനുസരിച്ച് ജീവിതം ചെയ്യാം എന്ന് തീരുമാനിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അതിൽ നിന്ന് ഒരു മാറ്റവും വരുത്താതെ സത്യമായി ജീവിതം ചെയ്ത് സത്യസ്വരൂപനാകുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ ഓരോരുത്തരും ഇടം പിടിക്കുക. അവിടെയാണ് ആനന്ദം, അവിടെയാണ് നിത്യാനന്ദം, അവിടെയാണ് പരമാനന്ദം, അവിടെയാണ് സച്ചിദാനന്ദം, അവിടെയാണ് ബ്രഹ്മാനന്ദം. അതാണ് ശുഭാനന്ദം. ആ ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. വേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. വേദബുദ്ധി ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ഭേദബുദ്ധികളില്ലാത്ത സത്യജീവിതം ചെയ്യുവാൻ സർവശക്തി നിങ്ങൾക്ക് മനഃശക്തിയായി കൂടെ വാഴട്ടെ. ഓരോരുത്തരും അർപ്പിച്ച സർവ്വ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുകയാണ്. ഓരോ രാജ്യങ്ങളിൽ നിന്നും വന്ന എന്റെ സന്താനങ്ങളെയും ഈ കേരളത്തിന് വെളിയിൽ നിന്ന് വന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന സന്താനങ്ങളെയും ഈ കേരളത്തിനുള്ളിൽ കഴിയുന്ന സന്താനങ്ങളെയും അങ്ങനെ ആരെല്ലാം ഇന്നത്തെ ദിവസം ഇവിടെ എത്തിച്ചേർന്നുവോ, എത്തിച്ചേർന്നില്ല എങ്കിലും ഇതിനു വേണ്ടി ആരെല്ലാം പ്രവർത്തിച്ചുവോ, ഇതിന് കാരണമായി ഏതെല്ലാം വസ്തുതകളെ ദൈവം മാറ്റിവെച്ചു, ആ വിധത്തിൽ ഒരുക്കങ്ങൾ നടത്തി അതെല്ലാം ഓർത്തുകൊണ്ട്, കാരണം നിങ്ങൾ ഒരാൾ ഇവിടെ വന്നു ചേരാൻ വേണ്ടി ഈ പ്രകൃതിയിൽ പല വിധത്തിലുള്ള രൂപാന്തരം വരുത്തിയെങ്കിലേ നിങ്ങളെ ഒരാളിനെ ഇവിടെ എത്തിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ലീവ് എടുക്കണം, ഒരു ടിക്കറ്റ് എടുക്കണം, അത് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ എന്തെല്ലാം കാര്യങ്ങൾ അതിന്റെ പിന്നിലുണ്ടെന്ന് അറിവോടുകൂടി നിങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി എല്ലാ തയ്യാറെടുപ്പും നടത്തി 12 വെള്ളിയാഴ്ച വ്രതമെടുത്തു, തിരുവെടുക്കിട്ട് നിറ
നിറയ്ക്കാനുള്ളതെല്ലാം വാങ്ങിച്ചു വെച്ചു, ടിക്കറ്റ് എടുത്തു വെച്ചു, ലീവ് അനുവദിച്ചു തന്നു. അപ്പോഴാണ് പെട്ടെന്ന് അതിന് പകരമായി നിന്ന് ആ പ്രത്യേക ജോലി ചെയ്യുന്ന ആളിന് ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പൊ ഈ ആളിനെ ഒരു വിധത്തിലും ആ മാനേജർ വിടുകയില്ല. അങ്ങനെ തടസ്സമുണ്ടായ സന്ദർഭങ്ങളുണ്ട്. എന്നാൽ ഈ തടസ്സങ്ങളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം വന്നു ചേർന്നിരിക്കുന്നത്. ഇതുപോലെ കരുതുവാൻ ദൈവമല്ലാതെ പ്രപഞ്ചത്തിൽ ആരുമില്ല. ഇതെല്ലാം കൂടി ഓർത്ത് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ആദ്യം പാടിയത്. ആരു നമ്മെ രക്ഷിക്കും ഇതുപോലെ ലോകത്തിൽ, ആരു നമ്മെ ലോകനാഥനാകുന്ന ഉടമസ്ഥനല്ലാതെ ഇപ്രകാരം രക്ഷിപ്പാൻ ലോകത്തിലാരുമില്ല. ആ കരുതലും ആ കരുണയും എപ്പോഴും തിരിച്ചറിയണം. സർവരക്ഷകനാണ് ശുഭാനന്ദരൂപം എന്ന് തിരിച്ചറിയണം. രക്ഷകന്റെ നാമത്തിൽ ആനന്ദിക്കാം നമ്മൾക്ക്, ശുഭാനന്ദ നാമത്തിൽ ആനന്ദിക്കാം നമ്മൾക്ക്. ാകുന്ന ദൈവം നിങ്ങളെല്ലാം ആ ആത്മാ ശുദ്ധീകരണ വഴിയിലൂടെ എന്നും വളർത്തുമാറാകട്ടെ. ആ ഉള്ളിലൊന്ന് കരുതിയാൽ ഈ സത്യത്തിൽ കൂടി തന്നെ എനിക്ക് അടിസ്ഥാനപ്പെട്ട് ജീവിതം ചെയ്യണമെന്ന് അവിടെ ഈ സത്യത്തിൽ കൂടി തന്നെ എനിക്ക് അടിസ്ഥാനപ്പെട്ട് ജീവിതം ചെയ്യണമെന്ന് ഉറച്ച ഒരു തീരുമാനം എടുക്കുന്ന ഒരു ശിഷ്യനോ ശിഷ്യക്കോ ആ കാവലായി എന്റെ അനേകം ദൂതന്മാരുണ്ടാകും. അത് അവരെ കബളിപ്പിക്കാൻ തുടങ്ങുമ്പോൾ അവർ പിൻവാങ്ങിപ്പോകും. ആ പുറമേ ഒരു തീരുമാനവും അകമേ മറ്റൊന്നുമാണെങ്കിൽ ആ ഇത് വെള്ളത്തിൽ കൂടി വള്ളം കൊണ്ടുപോകുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ് ഈ ലോക ജീവിതം. വള്ളത്തിന് ദ്വാരം ഒന്നുമില്ലെങ്കിൽ വെള്ളം കയറുകയില്ല. നമുക്ക് എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യാം. ആ ഒരു ചെറിയ ദ്വാരം അതിനുണ്ടായിപ്പോയാൽ അതിൽ കൂടി അല്പാൽപമായി വെള്ളം അകത്തേക്ക് വന്നുകൊണ്ടിരിക്കും. ആദ്യമൊന്നും അത് ശ്രദ്ധിക്കപ്പെടുകയില്ല. പല സമയമാകുമ്പോൾ ആ വെള്ളത്തിന്റെ അളവ് വർദ്ധിക്കും. ആ ദ്വാരത്തിന്റെ വലിപ്പം വർദ്ധിക്കും. വെള്ളം കയറും, വള്ളം മുങ്ങും, അവസാനിക്കുകയും ചെയ്യും. അതിനിടയാക്കാതെ പാപകർമ്മങ്ങളൊന്നും ചെയ്യാതെ ഒരു ചിന്ത പോലും അന്യമായി പോകാതെ അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. അണിയണിയായി ചേർന്നിടാം, അറിവിൽ നിത്യം ചേർന്നിടാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. നിരനിരയായി കർമ്മിക്കാം, നിയമത്തിൽ പ്രവർത്തിക്കാം. പരിപൂർണമായും തീരുമാനിച്ചു കഴിഞ്ഞോ? അങ്ങനെ തീരുമാനിച്ചു എന്ന് കൈ ഉയർത്തിയേ. അടങ്ങുകില്ല, അടങ്ങുകില്ല, അടങ്ങുകില്ല ഇനി ഞങ്ങൾ. അടിയുറപ്പിച്ചിതിനെ പുലർത്തും ഭൂമിൽ. അടങ്ങുകില്ല, അടങ്ങുകില്ല, അടങ്ങുകില്ല ഇനി ഞങ്ങൾ. അടിയുറപ്പിച്ചിതിനെ പുലർത്തും ഭൂമിൽ. പാടിയാ പോരാ, ഉറപ്പിക്കണം, ഹൃദയത്തിലങ്ങ് ഉറപ്പിക്കണം. അടിയുറപ്പിച്ച് ഈ മഹാസത്യത്തെ ലോകത്തിൽ ഞാൻ പുലർത്തും. ഓ തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു, തീരുമാനിച്ചു. ഓ തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു. ഓ സത്യമായി ജീവിക്കുവാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു, ഞങ്ങൾ തീരുമാനിച്ചു, തീരുമാനിച്ചു.
ഇഷ്ടമായി ജീവിക്കുവാൻ തീരുമാനിച്ചു. സദ്ഗുരുവിൻ ഇഷ്ടമെന്തെന്നാരാഞ്ഞറിഞ്ഞു. ഇഷ്ടമായി ജീവിക്കുവാൻ തീരുമാനിച്ചു. ദുഷ്കൃത്യങ്ങളൊന്നും എന്റെ ഉള്ളിൽ വരാതെ, ദുഷ്കൃത്യങ്ങളൊന്നും എന്റെ ഉള്ളിൽ വരാതെ, സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാൻ തീരുമാനിച്ചു. ദുഷ്കൃത്യങ്ങളൊന്നും എന്റെ ഉള്ളിൽ വരാതെ, സൽക്കർമ്മങ്ങൾ ചെയ്തിടുവാൻ തീരുമാനിച്ചു. സദ്ഗുരുവേ പൊന്നുനാഥ ആത്മവല്ലഭ, സദ്ഗുരുവേ പൊന്നുനാഥ ആത്മവല്ലഭ, ആത്മശക്തിയായി എന്നും കൂടെ വാഴണേ. സദ്ഗുരുവേ പൊന്നുനാഥ ആത്മവല്ലഭ, ആത്മശക്തിയായി എന്നും കൂടെ വാഴണേ. സദ്ഗുരുവേ പൊന്നുനാഥ ആത്മവല്ലഭ, ആത്മശക്തിയായി എന്നും കൂടെ വാഴണേ. എന്നിൽ ആത്മശക്തിയായി എന്നും കൂടെ വാഴണേ. എന്നിൽ ആത്മശക്തിയായി എന്നും കൂടെ വാഴണേ. ഉന്നതമായ തീരുമാനത്തിലൂടെ ഈ സത്യാദർശത്തെ നിങ്ങളുടെ ഹൃദയത്തിന്റെ രൂപമാക്കി തീർക്കുവാൻ, എന്നും ആദർശ ജീവിതം പുലർത്തുവാൻ സർവശക്തി ആത്മശക്തിയായി നിങ്ങളിൽ നിറഞ്ഞു വാഴുമാറാകട്ടെ. എല്ലാ സന്താനങ്ങളെയും എപ്പോഴും ഓർക്കുന്നു, എപ്പോഴും നിങ്ങളെ കാണുന്നു, എപ്പോഴും നിങ്ങളെ കാണുന്നു, എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, എപ്പോഴും നിങ്ങളുടെ അനുഭവമായുണ്ട്, എപ്പോഴും നിങ്ങളുടെ അറിവായുണ്ട്. നിങ്ങൾ മറപിടിക്കുമ്പോൾ മാത്രമാണ് ഇതിന് കുറവുണ്ടാകുന്നത്. ഒരിക്കലും മറകൾ പിടിക്കാതെ മാനസാനന്ദത്തിൽ എന്നും ജീവിതം ചെയ്യുവാൻ, മാനസേശ്വരനെ പൂജ ചെയ്തുകൊണ്ട് നിങ്ങൾ ജീവിതം ചെയ്യുക. മഹാശക്തി നിങ്ങളിൽ തുള്ളിക്കളിച്ചെന്നും വാഴുമാറാകട്ടെ. ഉന്നതമായ മഹാഗോപുരത്തെ ഒരു നോക്ക് കാണുവാൻ വിദേശത്തു നിന്നും വളരെ വിദൂരത്തിൽ നിന്നും വന്നവർക്കൊക്കെ ആഗ്രഹമുണ്ട്. സമീപത്തുള്ളവരൊക്കെ അപ്പോഴപ്പോൾ വിവരങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും അവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിന്റെ പരിപൂർണതയിൽ എത്താത്തത് കൊണ്ടാണ് തുറന്നു കാണിക്കാത്തത്. നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ പ്രദേശം മുഴുവൻ ശുഭാനന്ദ സന്താനങ്ങളെ നിറച്ചു നിർത്തിക്കൊണ്ട് ശുഭാനന്ദ നാമത്താൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ആ ശുഭമുഹൂർത്തത്തിൽ നാദബ്രഹ്മമായി, ശക്തിബ്രഹ്മമായി, ജ്ഞാനബ്രഹ്മമായി അവതാരം പൂണ്ട പരബ്രഹ്മമൂർത്തിയുടെ ആ പരമപാദാരവിന്ദത്തിന്റെ പരിപൂർണ സ്വരൂപത്തെ കാണുവാൻ, അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ മഹാശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിന്റെ പരിപൂർണ രൂപത്തെ ഈ ലോകത്തിൽ വെച്ച് കാണുവാൻ അവസരമുണ്ടായതിന്റെ ആത്മദീപത്തിനാണ്. ആ മഹാതപസ്വിനിയെ മഹാശക്തിയുടെ നിലനിർത്തിക്കൊണ്ട് ഇതാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിയോടെ സർവ്വതാ കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും അതിലേക്ക് നേർച്ചയർപ്പിക്കുന്നവരെയും അതിനുവേണ്ടി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നവരെയും എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഏവരെയും ദർശിക്കട്ടെ, ഏവരെയും അനുഗ്രഹിക്കട്ടെ.
ഖഡ്ഗിയായി വന്ന് ആത്മരക്ഷ ചെയ്യുന്നുവെന്ന പരമസത്യം ആത്മലോകം അറിയുവാനിടയാകട്ടെ. അതിനായി മഹാശക്തി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ, പ്രത്യക്ഷമായി വാഴട്ടെ. ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥൻ ആദിനാഥനായ സർവലോകനാഥൻ, ആദിനാഥൻ കലിയുഗത്തിൽ ഖഡ്ഗിയായി ഉദയമായി വന്നു. അന്നദാന പ്രഭുവായ സർവലോകനാഥൻ വന്നു. അന്നദാന കഷ്ടത പട്ടിണിയെല്ലാം മാറ്റി തന്നല്ലോ. മർത്യജന്മവാസകലം സന്തോഷമായി